ജനം വീണ്ടും ജനനവും നീച പാപി എന്നിൽ വസിപ്പാൻ നിന്നാത്മാവിൻ്റെ ദാനവും നീ തന്നു സ്വർഗാനുഗ്രഹങ്ങളും നിൻ മഹാകൃപയ്ക്കായി ഞാൻ സ്തുതിച്ചിടുമെന്നും നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും നാശമില്ലാത്തവകാശവും യേശുവിൻ ഭാഗ്യസന്നിധിയും വടമൂടിയതും തന്മക്കൾക്ക് സ്വർഗേ ലഭിക്കും നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നോ നിൻ ഹല്ലേലൂയ. അവിടുത്തെ കൃപകളാണ് നാം ഓരോ ദിവസവും അനുഭവിക്കുന്നത്. ഹല്ലേലൂയ. രാവിലെ കർത്താവിനെ സ്തുതിക്കാം, നന്ദി പറയാം, നന്ദി പറയാം. നാശമില്ലാത്തൊരു അവകാശം നമുക്ക് വേണ്ടി ഹല്ലേലൂയ കരുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. മോചനവും വീണ്ടും ജനനവും കൃപയാൽ നമുക്ക് നൽകി തന്നല്ലോ. ഹല്ലേലൂയ. ഭാവി എന്ന ലേബലമാക്കി മക്കളെന്ന പദവിയോടുകൂടെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ ഹല്ലേലൂയ കർത്താവിനെ നമുക്ക് വേണ്ടി അവൻ അർപ്പിച്ചല്ലോ യാഗമായി. രാവിലെ ദൈവസന്നിധി നമ്മെ തന്നെ സമർപ്പിച്ച് ആ സ്നേഹത്തിന് മുമ്പിൽ നമ്മെ തന്നെ അടിയറ പറഞ്ഞ് കർത്താവിനെ നമുക്ക് സ്തുതിച്ചുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് ഇടയാക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി പറഞ്ഞാട്ട് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ട് ഹല്ലേലൂയ അവനെ ഒന്ന് മഹത്വപ്പെടുത്തിക്കാട്ട്. അവൻ യോഗ്യനാണ്, യോഗ്യനാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പിതാവേ, ഞങ്ങളുടെ പുത്രന്റെ നാമത്തിൽ ഒരിക്കൽ കൂടി ഞങ്ങളുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. ഞങ്ങളുടെ സന്നിധിയിൽ കടന്നു വരുവാൻ ഒരു സമയത്ത് യോഗ്യരല്ലാതിരുന്ന് ഞങ്ങളെ യോഗ്യരാക്കിയതിനായി നന്ദി പറയുന്ന കർത്താവേ, ഞങ്ങളുടെ പുത്രനിലൂടെ ഞങ്ങളെ വീണ്ടെടുത്തതിനായി സ്തോത്രം. ഞങ്ങളുടെ പാപക്കടങ്ങളെ കൊടുത്തു വിടുന്നതിനായി സ്തോത്രം. അങ്ങയുടെ പുത്രന്റെ വിലയേറിയ രക്തത്താൽ ആ തങ്ക നടത്താൽ ഞങ്ങളെ വിലയ്ക്ക് വാങ്ങി അങ്ങയുടെ സ്വന്തമാക്കിയതിനായി നന്ദി പറയുന്ന കർത്താവേ, പുത്രത്വമെന്ന സ്വീകാരം മുറുകെ പിടിച്ചുകൊണ്ട് അങ്ങയുടെ സന്നിധിയിലേക്ക് കരുണ പ്രാപിപ്പാൻ, കൃപ പ്രാപിപ്പാൻ ഞങ്ങൾ കടന്നു വരുന്നു. രാവിലെ അങ്ങയുടെ സാന്നിധ്യത്താൽ ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കാൻ നന്ദി പറയുന്നു കർത്താവേ. തുറന്നുള്ള ശുശ്രൂഷകളെ തിരുസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷിപ്പാൻ അങ്ങയുടെ ദാസന്മാരെ ബലപ്പെടുത്തണമേ. സകലത്തിലും അങ്ങയുടെ നാമം മാത്രമോട് ഉയർന്നിരിപ്പാനിടയാക്കണമേ. കടന്നു വരാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരെ കൂട്ടി വരുത്തുമാറാകണമേ. ആരെങ്കിലും ശാരീരിക അസ്വസ്ഥകളാൽ ഭാരപ്പെടുന്നുവെങ്കിൽ അങ്ങനെ അതിവേഗം ഓടുന്ന വചനമയച്ചുള്ള സൗഖ്യം അവരുടെ ശരീരങ്ങളിൽ അനുഭവിച്ചറിയുവാൻ കർത്താവ് ഇടയാക്കണമേ. വിവിധ സ്ഥലങ്ങളിലായിരിക്കണം പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. സഭാഹുകളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. അങ്ങയുടെ ദാസന്മാർക്കായി സ്തോത്രം. കർത്താവേ, ജയിലുകളിൽ മറ്റും അടയ്ക്കപ്പെട്ടിരിക്കുന്ന അങ്ങയുടെ നാമത്തിന് വേണ്ടി കഷ്ടം അനുഭവിക്കുന്ന ഏകനായ വിശ്വാസത്തിൽ ഇറങ്ങിച്ചിരിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യമില്ലാതെ ഭാരപ്പെടുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ട്. അങ്ങയുടെ ദാസന്മാർ മക്കളുണ്ട്. അവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യത്തിൽ കർത്താവേ, ഇന്ന് രാവിലെ പൂർണ്ണ ഹൃദയത്തോട്, പൂർണ്ണ മനസ്സോട്, പൂർണ്ണ ശക്തിയോട് അങ്ങയെ നമസ്കരിപ്പാൻ, അങ്ങയെ സ്തുതിപ്പാൻ ഇന്ന് രാവിലെയും കൃപ ചെയ്താട്ട് സർവോപരി ഞങ്ങളുടെ നാമം മാത്രമോട് ഉയർന്നിരിക്കട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥനകളുടെ സ്തോത്രം യേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ. കരങ്ങൾ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ട് ഹല്ലേലൂയ. രാവിലെയും കർത്താവിന്റെ സന്നിധിയിലേക്ക് സമാധാനത്തോടെ സ്വസ്ഥതയോടെ കൂട്ടിക്കൊണ്ടുവന്ന കർത്താവിനെ ഹല്ലേലൂയ ഒരിക്കൽ കൂടി ഒന്ന് സ്തുതിച്ചാട്ട് ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്.
ദൈവസന്നിധിയിലേക്ക് നമുക്ക് വീണ്ടും കടന്നു വരുവാൻ കർത്താവ് ഒരവസരം കൂടെ തന്നല്ലോ. ഒരു നിമിഷം കർത്താവിൻ്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. സങ്കീർത്തന ഭാഗം വായിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. സൂമിലും ഈ ആലയത്തിലുമായിരിക്കുന്ന ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും ഒരിക്കൽ കൂടെ വന്ദനത്തെ അറിയിക്കുന്നു. സ്തോത്രം. 103-ാം സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി വായിച്ചു കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. 103-ാം സങ്കീർത്തനം, സാം നമ്പർ 103. 103-ാം സങ്കീർത്തനം വായിക്കുന്നു. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. അവൻ തൻ്റെ വഴികളെയും മോശയും തൻ്റെ പ്രവൃത്തികളെ ഇസ്രായേൽ മക്കളെയും അറിയിച്ചു. അവൻ എല്ലായ്പ്പോഴും ഭർഷിക്കുകയില്ല, എന്നേക്കും കോപം സംഗ്രഹിക്കുകയുമില്ല. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവൻ്റെ ദയ അവൻ്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. മനുഷ്യന്റെ ആയുസ് പുല്ല് പോലെയാകുന്നു, വയലിലെ പൂ പോലെ അവൻ പൂക്കുന്നു. യഹോവയുടെ ദയോ എന്നും എന്നേക്കും അവൻ്റെ ഭക്തന്മാർക്കും അവൻ്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. യഹോവ തന്റെ സിംഹാസനത്തിലെ സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു, അവൻ്റെ രാജ്യത്വം സകലത്തെയും ഭരിക്കുന്നു. അടുത്ത 2 വാക്യം ചേർത്ത് വായിച്ചു കർത്താവിനെ മഹത്വപ്പെടുത്താം. അവൻ്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരായി അവൻ്റെ സകല സൈന്യങ്ങളുമായുള്ളവരെ യഹോവയെ വാഴ്ത്തുവീൻ. അവൻ്റെ ആധിപത്യത്തിലെ സകല സ്ഥലങ്ങളിലുമുള്ള അവൻ്റെ സകല പ്രവൃത്തികളുമേ യഹോവയെ വാഴ്ത്തുവീൻ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. ഇന്ന് രാവിലെ കർത്താവിനെ ഒന്ന് വാഴ്ത്തിക്കാട്ട്, അവനെ ഒന്ന് സ്തുതിച്ചാട്ട്. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിന്റെ വിവിധ തലങ്ങളിലുള്ള ഉപകാരങ്ങളെ ലിസ്റ്റിട്ട് ഈ സങ്കീർത്തനത്തിൽ നിരത്തിയിരിക്കുകയാണ്. അത് നമ്മുടെ ജീവിതത്തിന്റെ അനുഭവമാണ്. ഹല്ലേലൂയ. അകൃത്യം മോചിക്കുന്നു, രോഗങ്ങൾ സൗഖ്യമാക്കുന്നു, നാശത്തിന് ജീവനെ വീണ്ടെടുക്കുന്നു, ദയയും കരുണയും കൊണ്ട് നമ്മെ അണിയിക്കുന്നു, വായിക്ക് നന്മകളെ കൊണ്ട് തൃപ്തി വരുത്തുന്നു. ഹല്ലേലൂയ. താഴോട്ട് പോകുമ്പോ അവൻ നമ്മുടെ പാപങ്ങൾക്കൊത്തോണം നമ്മോട് പകരം ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തോണം നമുക്ക് പകരം ചെയ്യുന്നില്ല. ആകാശം ഭൂമിക്കും ഇതേ ഉയർന്നിരിക്കുന്നത് പോലെ അവൻ്റെ ദയ അവൻ്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. ഇനി അടുത്തത്, ഉദയം അസ്തമയത്തോടെ അകന്നിരിക്കുന്നത് പോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നു. അപ്പന് മക്കളോട് കരുണ തോന്നുന്ന പോലെ രാവിലെ നാം ദൈവസന്നിധിയിലായിരിക്കുന്നത് അവൻ്റെ കരുണയാലാണ്, അവൻ്റെ കൃപയാലാണ്, അവൻ്റെ സ്നേഹത്തിന്റെ പ്രദർശനമാണ് നമ്മുടെ ജീവിതം. ഇന്ന് രാവിലെ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ട് ഒരു പാട്ട് പാടണമെന്നില്ല, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നന്ദിയോടെ കർത്താവിനെ ഒന്ന് സ്തുതിക്കും. അവന്റെ നന്മകളെ ഓർത്ത്, അവന്റെ ഉപകാരങ്ങളെ ഓർത്ത്, അവന്റെ വിടുതലുകളെ ഓർത്ത്, പ്രാർത്ഥനകളുടെ മറുപടികളെ ഓർത്ത്, അവന്റെ രക്ഷയെ ഓർത്ത്, പുത്രനെ ദാനമായി നൽകി തന്നതോർത്ത്, അവന്റെ ആത്മാവിനാൽ നമ്മുടെ ഉള്ളത്തെ നിറച്ചതോർത്ത് ഹല്ലേലൂയ. കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. ചില ഗാനങ്ങൾ പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുമ്പോൾ അതിന്റെ വരികൾ മനസ്സിലാക്കി ഹൃദയത്തിൽ നിന്ന് കർത്താവിനോട് പറയാം, നന്ദി നന്ദി എൻ്റെ ദൈവമേ, നന്ദി എൻ്റെ യേശുപര. ഹല്ലേലൂയ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ്റെ യേശുപര. 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 എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുത
നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. പാപത്താൽ മുറിവേറ്റ എന്നെ നിന്റെ പാണിയാൽ ചേർത്തു വളച്ചുവല്ലോ. പാപത്താൽ മുറിവേറ്റ എന്നെ നിന്റെ പാണിയാൽ ചേർത്തു വളച്ചുവല്ലോ. നന്ദി നന്ദി. ഹൃദയത്തിൽ നിന്ന് നന്ദിയോടെ കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. കൂരിരുൾ താഴ്വര അതിലുമെന്റെ പാതയിൽ ദീപമായി വന്നുവല്ലോ. കൂരിരുൾ താഴ്വര അതിലുമെന്റെ പാതയിൽ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. ജീവിത ശൂന്യതയതിനും നിറവായ അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ. ജീവിത നിറവായ അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. ഹല്ലേലൂയ. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. പാപത്താൽ മുറിവേറ്റ എന്നെ നിന്റെ പാണിയാൽ ചേർത്ത് വണച്ചല്ലോ. ഹല്ലേലൂയ ഹല്ലേലൂയ. കൂരിരുൾ താഴ്വരയുടെ നടുവിൽ അങ്ങയുടെ സാന്നിധ്യത്താൽ ഞങ്ങളെ അനുഗ്രഹിച്ചല്ലോ. ഹല്ലേലൂയ. ജീവിത ശൂന്യതയുടെ നടുവിൽ അങ്ങ് ഇറങ്ങി വന്ന് ഞങ്ങൾക്ക് ജീവിതത്തിന് അർത്ഥവും ലക്ഷ്യവും നൽകി തന്നല്ലോ. ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. നന്ദി 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 പറയുന്നു കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എണ്ണമില്ലാതെയുള്ള നിന്റെ നന്മകൾക്കായി, പ്രാർത്ഥനകളുടെ മറുപടികൾക്കായി, ദൈവിക വിടുതലുകൾക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. We praise you Lord, we worship you Lord. ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു, നന്ദി പറയുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ. രാവിലെ തുടർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്താം. അവൻ അതിന് യോഗ്യനാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വമേ മഹത്വമേ മഹത്വം തന്നാമത്തിന്. മഹത്വമേ മഹത്വമേ മഹത്വം തന്നാമത്തിന്. മഹത്വത്തിനും സ്തോത്രയാഗത്തിനും യോഗ്യൻ. മഹത്വത്തിനും സ്തോത്രയാഗത്തിനും യോഗ്യനെല്ലാ നാളും. മഹത്വത്തിനും സ്തോത്രയാഗത്തിനും യോഗ്യൻ. മഹത്വത്തിനും സ്തോത്രയാഗത്തിനും യോഗ്യനെല്ലാ നാളും. ദൂതർ സംഗമിത വിശ്രമം
സൂര്യചന്ദ്രാദികൾ കർത്തനെ സ്തുതിച്ചിടട്ടെ. സൂര്യചന്ദ്ര ഹല്ലേലൂയ. സ്വർഗ്ഗാദി സ്വർഗ്ഗവും മേലുള്ളവെല്ലാവരും സ്വർഗ്ഗാദി താരങ്ങളും മഹത്വമേ മഹത്വമേ മഹത്വം നാമത്തിന്. മഹത്വമേ മഹത്വമേ മഹത്വം നാമത്തിന്. മഹത്വത്തിനും സ്തോത്രയാഗത്തിനും യോഗ്യൻ. മഹത്വത്തിനും സ്തോത്രയാഗത്തിനും യോഗ്യനെല്ലാതാളും. തീക്കൽ മഴ ഹിമമാവി കൊടുങ്കാറ്റിവ. തീക്കൽ മഴ ഹിമമാവി കൊടുങ്കാറ്റിവ. പർവ്വതങ്ങൾ എല്ലാ കുന്നുമലകളും പർവ്വതങ്ങൾ എല്ലാ കുന്നുമലകളും താഴുകേ. ഓ മഹത്വമേ മഹത്വമേ മഹത്വം നാമത്തിന്. മഹത്വമേ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഓ മഹത്വത്തിനും സ്തുതിയാഗത്തിനും യോഗ്യൻ. ഹല്ലേലൂയ. ഇത് മാത്രം യോഗ്യൻ. ഓ യോഗ്യനെല്ലാതാളും. പറവകൾ മൃഗജാതിയുടെയും ജന്തുക്കളോ. പറവകൾ മൃഗജാതിയുടെയും അവൻ രാജാക്കൾ മഹത്വങ്ങൾ പ്രഭുക്കന്മാർ വംശങ്ങൾ രാജാക്കൾ. ഹല്ലേലൂയ. രക്ഷകനേ മഹത്വമേ മഹത്വമേ മഹത്വം തന്നെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. We praise you Lord. അങ്ങേക്ക് മഹത്വം അങ്ങേക്ക് മഹത്വം. ഓ മഹത്വത്തിനും സ്തോത്രയാഗത്തിനും യോഗ്യൻ. മഹത്വത്തിനും സ്തോത്രയാഗത്തിനും യോഗ്യനെല്ലാതാളും. ബാലന്മാർ വൃദ്ധന്മാർ യുവതികൾ യുവാക്കന്മാരും. ബാലന്മാർ വൃദ്ധന്മാർ യുവതികൾ യുവാക്കന്മാരും. താപ്പുകൾ കിന്നരം കൈത്താളമേളത്താൽ താത്തു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വാഴ്ത്തിയിടട്ടെ. മഹത്വമേ മഹത്വമേ മഹത്വം നാമത്തിന്. മഹത്വമേ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഓ മഹത്വത്തിനും സ്തോത്രയാഗത്തിനും യോഗ്യൻ. മഹത്വത്തിനും സ്തോത്രയാഗത്തിനും യോഗ്യനെല്ലാതാളും. മഹത്വമേ മഹത്വമേ മഹത്വം നാമത്തിന്. മഹത്വമേ മഹത്വം. ഹല്ലേലൂയ. ഞങ്ങളുടെ നാമത്തിന് മഹത്വം. ഉന്നതനായ ദൈവത്തിന് മഹത്വം. പരിശുദ്ധനായ മഹത്വം മഹത്വം മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവിനെ മഹത്വപ്പെടുത്തുക. അവരുടെ നാമത്തെ നമുക്ക് ഉയർത്താം. ഹല്ലേലൂയ. അവനെ യോഗ്യൻ യോഗ്യൻ യോഗ്യൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. We love you Lord. We worship you Lord. We lift your holy name. അങ്ങയുടെ മഹത്വമുള്ള പരിശുദ്ധമായ നാമത്തെ രാവിലെ ഞങ്ങൾ ഉയർത്തുന്നു. അങ്ങനെ യോഗ്യനാണ്. We love you Lord. We love you Lord. ഞങ്ങളെ അതിനായി വീണ്ടെടുത്തല്ലോ. ഞങ്ങളെ അതിനായി രക്ഷിച്ചല്ലോ. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. അങ്ങനെ യോഗ്യൻ അങ്ങനെ യോഗ്യൻ അങ്ങനെ യോഗ്യൻ അങ്ങനെ യോഗ്യൻ. ഹല്ലേലൂയ. കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. അവരുടെ നാമത്തെ നമുക്ക് ഉയർത്താം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നന്ദി പറ നന്ദി പറ നന്ദി പറ നന്ദി പറ നന്ദി പറ. അങ്ങനെ യോഗ്യനാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം 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 സ്തോത്രം. ഈ പരിശുദ്ധനായ മഹത്വവാനായ ദൈവത്തെ ഒരിക്കൽ കൂടെ വാഴ്ത്തുവാൻ കർത്താവ് നമുക്ക് കൃപ ചെയ്തല്ലോ. അവിടുത്തെ നാമത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. Praise the Lord, 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 praise the Lord. ആ ദൈവസന്നിധിയിൽ ഭക്തിയോടും ആദരവോടും കൂടെ തുടർന്ന് നമുക്ക് കർത്താവിന്റെ തിരുസന്നിധിയിലായിരിക്കാൻ അവിടുന്ന് നമ്മെ ഇടയാക്കട്ടെ. തുടർന്നുള്ള ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിന് വേണ്ടി ഇപ്പോൾ
ജോസ് പാസ്റ്റർ ചുരുക്കവാദികളിൽ പ്രാർത്ഥിക്കുന്നതിന് സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. എല്ലാവർക്കും കർത്താവേ ആലയത്തിൽ കടന്നു വരുവാൻ ദൈവം സഹായിച്ച മുഖാന്തരങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കാലം മടിയങ്ങളെ ഭദ്രമായി സൂക്ഷിച്ചു കർത്താവേ. വിവിധ രോഗങ്ങളാൽ, ഭാരങ്ങളാൽ, പ്രയാസങ്ങളാൽ, പ്രതികൂലങ്ങളാൽ ആയിരുന്നവരെ കർത്താവ് തക്ക സമയത്ത് തന്റെ കരം നീട്ടി വിടുവിച്ച്, അടിമതത്തിൽ നിന്ന് വിടുവിച്ച് കർത്താവേ ഈ രക്ഷയുടെ ഹല്ലേലൂയ സന്തോഷത്തിലേക്ക് ആമേ കടന്നു വരുവാൻ ദൈവം കൃപ നൽകിയനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സങ്കീർത്തനം, നല്ല സങ്കീർത്തനം വായിപ്പാൻ കർത്താവ് സഹായിച്ചല്ലോ. ആ സങ്കീർത്തനത്തിൽ തന്റെ നിയമത്തെ പ്രമാണിക്കുന്നവർക്കും അവന്റെ കൽപ്പനകളെ ഓർത്ത് ആചരിക്കുന്നവർക്കും തന്നെ ഹല്ലേലൂയ ഈ ആ സങ്കീർത്തനം ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം ആമേ ഹല്ലേലൂയ ആമേ സ്തോത്രം ഈ പ്രമാണിക്കുന്നവർക്ക് മാത്രമാണ് ഉള്ളത്. ഹല്ലേലൂയ ആമേ ആ പ്രമാണം അടിയങ്ങൾക്ക് അനുസരിപ്പാൻ ദൈവം അവസരം ഒരുക്കിയനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേ നല്ല ഭാഗ്യാവസ്ഥയിലേക്ക് കൊണ്ടുവന്നതിനായി സ്തോത്രം. കർത്താവ്യാദിയോടെന്ന ദൈവത്തിന്റെ കൃപയും സാന്നിധ്യം ഉണ്ടായിരിക്കണമേ. പാടുവാൻ കൃപ നൽകിയനായി സ്തോത്രം. നല്ല വചനം താവേ തുടർന്നുള്ള സാക്ഷ്യങ്ങളെ, പ്രബോധനങ്ങളെ ആമേ നല്ല വചനങ്ങളെ നൽകി തരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആമേ ഭാരത്താൽ, പ്രയാസങ്ങളാൽ, രോഗങ്ങളാൽ ആയിരിക്കുന്നവരെ ഹല്ലേലൂയ തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ഹല്ലേലൂയ തന്റെ വചനം അയച്ച് വിടുവിച്ച് ആമേ സൗഖ്യമാക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഒരുവിനായിരിക്കണം യേശു ക്രിസ്തുവിൻ തന്നെ നാമത്തിന്. എല്ലാവർക്കും ഇരിക്കാം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. റൂമിലും ആലയത്തിലുമായിരിക്കുന്ന എല്ലാ വാത്സല്യ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഒരു ആരാധനാ ദിവസം, ഒരു ദിവസം കൂടെ കർത്താവ് നമുക്ക് തന്നു. ദൈവത്തിൽ കടന്നു വന്ന് ദൈവമുഖത്തേക്ക് നോക്കി ദൈവത്തെ സ്തുതിക്കുവാൻ, ആരാധിക്കുവാൻ കർത്താവ് നമുക്ക് സാവകാശം ഒരുക്കിയത് ഓർത്ത് കർത്താവിന് സ്തോത്രം. ദൈവമായ കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ബിഫോർ ഐ ഗോ ഫർദർ ഐ ഇൻവൈറ്റ് അവർ ലിറ്റിൽ വൺസ് ടു കം ഫോർവേഡ്. Took my sins and my sorrows, He made them His very own. He bore the burden to Calvary, He suffered and bled for all, singing how marvelous, how wonderful, and my song shall ever be. How marvelous, how wonderful is my Savior's love for me. How marvelous, how wonderful, and my song shall ever be. How marvelous, how wonderful is my Savior's love for me. Psalms 139 verses 1 through 3. O Lord, you have searched me and know me. You know when I sit down and when I rise. You perceive my thoughts from afar. You discern my going out and my lying down. You are familiar with all my ways. Psalms 139 verses 1 through 3. O Lord, you have searched me, you know me. You know when I sit and when I rise. You perceive my thoughts from afar. You know my going out. You discern my going out and lying down.
You are familiar with all my ways. Psalms 139, verses 1 to 3. O Lord, you have searched me. You know me. You know when I sit and when I rise. You perceive my thoughts from afar. You discern my way. You discern my going out and my lying down. You are familiar with all my ways. Even you lie, walk, Bowie, shadow, death, we know evil. For me. Psalms 139, verse 1 to 3. O Lord, you have searched me and you have known me. You know when I sit down and rise up. You perceive my thoughts from afar. You discern my going out and laying out. You are familiar with all my ways. Don't copy the behavior and customs of this world, but let God transform you into a new person by changing the way you think. Romans 12, verse 2. Ephesians 6, verse 10 and 11. Finally, be strong in the Lord and in his mighty power. Put on the full armor of God so that you can take your stand against the devil's schemes. Ephesians 6, verses 10 and 11. Finally, be strong in the Lord and in his power, mighty power. Put on the full armor of God so that you can take your stand against the devil's schemes. Jesus rep, amen. Amen. Romans 8, verse 1 and 2. Therefore, there is now no condemnation for those who are in Christ Jesus, for the law of the Spirit of life in Christ Jesus has set you free from the law of sin and of death. No eye has seen, no ears have heard, no mind has conceived the things God has prepared for those who love him. But God has revealed them to us through his Spirit. The Spirit of God searches all things, even the deep things of him. 1 Corinthians 2, 9 and 10. Every good and perfect gift from intended. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ജോജി വേദർ പ്രാർത്ഥിക്കും, പക്ഷെ ഒന്നിച്ചൊന്ന് പ്രാർത്ഥിക്കാം. അവർ പറഞ്ഞ വചനം അവരുടെ ഹൃദയത്തിൽ ഉൾനട്ട വചനമായി വളരുന്തോറും ദൈവവചനത്തിൽ വളരുവാൻ, ദൈവകൃപയിൽ വളരുവാൻ, സ്കൂളിലും കോളേജിലും എവിടൊക്കെ അവർ പോകുമോ ഭവനത്തിലും സഭയിലും മാതൃകയുള്ള കുഞ്ഞുങ്ങളായി തീരുവാൻ കർത്താവരെ സഹായിക്കുക. ഒന്നിച്ച് പ്രാർത്ഥിക്കുക. സഭയ്ക്ക് തന്ന ദാനങ്ങളാ, ഭവനത്തിൽ കൊടുത്ത ദാനങ്ങളാ, തികഞ്ഞ വരവും പെർഫെക്റ്റ് ഗിഫ്റ്റ് എല്ലാം ദൈവത്തിൻ്റെതാ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് കുഞ്ഞുങ്ങളെല്ലാം സഹായിക്കട്ടെ. ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ആ ജോജി പ്രാർത്ഥനയെ സഹായിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. Thank you, Lord. യേശുവേ സ്തോത്രം. Amen. Thank you. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.
ഒരിക്കൽ കൂടെ സൂമിലും ആലയത്തിനുമായിരിക്കുന്ന എല്ലാ വാത്സല്യ പ്രിയപ്പെട്ടവർക്കും കർത്താവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. വളരെ സമയം മുൻപോട്ട് പോയി. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 19-ാമത്തെ വാക്യം. അതാണോ? 2:19. Jesus answered and said to them, destroy this temple, and in 3 days I will raise it up. യേശു അവരോട്, ഈ മന്ദിരം പൊളിപ്പീൻ, ഞാൻ 3 ദിവസത്തിനകം അതിനെ പണിയും എന്ന് പറഞ്ഞു. God who builds the ruins. കണ്ണടയ്ക്കുക. പൊളിഞ്ഞതിനെ, സ്കാറ്റേഡ് ആയി കിടക്കുന്നതിനെ, പസിൽസിനെ കൂട്ടിച്ചേർക്കുന്നവൻ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ചുരുങ്ങിയ സമയത്തും കർത്താവേ എന്നോട് സംസാരിക്കണമേ. ദൈവത്തിൽ പറയാം. കണ്ടാൽ ആകൃതിയില്ലാത്തതിനെ, നിരാശയുള്ളതിനെ, കണക്കൂട്ടൽ തെറ്റിയതിനെ പണിയുന്ന ഒരു ദൈവം. സ്തോത്രം. കർത്താവേ അടിയനോട് സംസാരിക്കണമേ. അടിയൻ്റെ പ്രിയപ്പെട്ടോട് സംസാരിക്കുമല്ലോ, യേശുവിൻ നാമത്തിൽ തന്നെ. അന്നെ മാറ്റിയത്. ഈ വേദഭാഗം നമുക്കറിയാം. യോഹന്നാന്റെ സുവിശേഷം ആരംഭിക്കുമ്പോൾ തന്നെ വചനമായവനെ പ്രസന്റ് ചെയ്തിട്ട് 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു ഭവനത്തിൽ അവൻ തൻ്റെ മഹത്വം വെളിപ്പെടുത്തി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ ദൈവാലയത്തിലേക്ക് ചെന്നു. അവിടെ വാങ്ങുന്നവരുടെ, വിൽക്കുന്നവർ. ഞാൻ വായിച്ചപ്പോൾ ശുശ്രൂഷയുടെ ആരംഭത്തിലും ശുശ്രൂഷയുടെ അവസാന ഘട്ടങ്ങളിലും ആയിട്ട് 2 പ്രാവശ്യം ആലയ ശുദ്ധീകരണം നടത്തിയിട്ടുണ്ട്. ഇത് ആരംഭമാണ്. ഇവിടെ കള്ളന്മാരുടെ ഗുഹ എന്നല്ല പറയുന്നത്. പിതാവിൻ്റെ ആലയത്തെ വാണിഭശാലയാക്കിയത് എന്തിനാ? മത്തായി 21 അവിടുത്തെ വന്ന് എൻ്റെ ആലയമോ പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. നിങ്ങളൊന്ന് ഇവിടെ സമൂഹത്തിൽ അറിയപ്പെടാത്ത ഒരുവൻ 30 വർഷം ആരും അറിഞ്ഞില്ല. ഒരു ഗ്രാമത്തിലെ ഒരു യോസേപ്പ് എന്ന തച്ചൻ്റെ വീട്ടിൽ ഒരു മോനുണ്ട്. ഇപ്പോൾ അപ്പൻ പോയതിനു ശേഷം മൂത്തവനാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അത്രയുള്ള അറിവ്. നീണ്ട 30 വർഷം ആ ഭവനത്തിൽ പാർത്ത് തികഞ്ഞ പൂർണ്ണ മനുഷ്യനായി പാപം കൂടാതെ ജീവിക്കാമെന്ന് തെളിയിച്ചവൻ. ഇവനെ പിൻപറ്റുന്ന എത്ര ഭംഗിയാ. ആ സമയത്ത് പബ്ലിക് അവനെ അറിഞ്ഞില്ല, ചിലർക്ക് അവനെ അറിയാം. നിനക്കറിയാമല്ലോ. പക്ഷേ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. 30 വർഷമായപ്പോൾ ഇറങ്ങി വന്നിരിക്കുന്നു. തുടക്കം കാനാവിലെ ഒരു ഭവനത്തിൽ. അത് കഴിഞ്ഞ് ആലയത്തിലേക്ക് പോവുക. ഭവനം കഴിഞ്ഞാൽ പിന്നെ എങ്ങോട്ടാ പോകേണ്ടത്? അവിടെ ചെന്നപ്പോൾ കാണേണ്ടതല്ല കണ്ടത്. സ്വതന്ത്രം പറയണേ. അവൻ വരുമ്പോൾ കാണേണ്ടതേ കാണാവൂ. ഇത് അവൻ്റെ പിതാവിൻ്റെ ആലയമാണ്, പിതാവിൻ്റെ ഭവനമാണ്. നമ്മുടെ ഒന്നും കുത്തകയല്ല ഇത് കേട്ടോ. ആരുടെയൊക്കെ പറയും പേര് കൊണ്ടാണ് മിനിസ്ട്രി അറിയുന്നത്. പേര് കൊണ്ട് അറിയാമല്ലോ. ഇന്നാരുടെ മിനിസ്ട്രി,
എത്ര പരിതാപകരമാണ്, ആ പേര് പോലും പറയാൻ പ്രയാസമാണ്. ഇതാരുടെയും മിനിസ്ട്രി അല്ല, ഒരു പ്രസ്ഥാനത്തിൻ്റെ അല്ല. ദൈവസഭ ദൈവത്തിൻ്റെ. ഞാൻ കഴിഞ്ഞ പറഞ്ഞല്ലോ, ഞാൻ നിങ്ങളുടെ സഭയെ പണിയെന്നാണ് പറഞ്ഞത്, എൻ്റെ സഭയെ പണി. അപ്പൊ എൻ്റേതാണെങ്കിൽ അവിടേക്ക് വരാതിരിക്കുമോ? വന്നപ്പോഴേ പ്രതീക്ഷിച്ചതല്ല കണ്ടതെന്ന്. അന്നേരം ഒരു പറഞ്ഞതാണ്, ഇതെന്തോ പരിപാടിയായി, ഇതെൻ്റെ പിതാവിൻ്റെ ആലയമാണല്ലോ, നിങ്ങൾ ഇതിനെ വാണിജ്യശാലയാക്കി മാറ്റി. ഉടനെ ചോദ്യം, ഇദ്ദേഹം എവിടുത്താ വന്നേ? എഴുതിയിട്ടുള്ളത്, ഇദ്ദേഹം എവിടുത്താ വന്നേ? ആരാ ഇത്? ഇത്രയും നാളും ഇന്നലെ റുട്ടീനായിട്ടെല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ്ട് ഒരു കുഴപ്പമില്ല, ആരും ചോദിക്കത്തില്ല, ആരും പറയത്തില്ല, മീഡിയ ഇല്ല, ഒന്നുമില്ല. ഇപ്പം തന്നെ വന്നിരിക്കുന്നു. പിന്നെ പറയുകയാണേ, 40 വർഷം കൊണ്ട് പണിതായത്. 46, അത്രയാണ്, 6 പോയി. ഇവിടെ എഴുതിയുണ്ട്, ഞാൻ എന്ത് ചെയ്യാൻ? ഞാൻ മറ്റേ കണ്ണാടി വെച്ച് വായിച്ചപ്പെടാം 40. കുഴപ്പമില്ല, കണ്ടോ, എനിക്ക് അത് മതി. 46 വർഷം കൊണ്ട് പണിത ഇയാൾ വന്നിരിക്കുന്നത് 3 ദിവസം കൊണ്ട് പണി വന്നു. ഇന്ന് രാവിലെ സ്തുതിക്കാമോ? മനുഷ്യൻ്റെ കണക്കുകൂട്ടലിൻ്റെ അപ്പുറത്ത് ചെയ്യുവാൻ കഴിവുള്ളവർ ഇന്ന് പലവിടെയുണ്ട്. ഒരു ശിഷ്യൻ പറഞ്ഞില്ലേ, യോ നീ പറയുന്നു ഇത്രയും പേർക്ക് ആഹാരം കൊടുക്കാൻ, ഇത് എത്ര പേരുണ്ടെന്ന് അറിയാമോ? അതിൻ്റെ അർത്ഥം അതല്ലേ? ചുമ്മാതെ മാസ്റ്റർ ഗുരു എന്ന് പറഞ്ഞാൽ മതി, എല്ലാവരും കൊടുക്കും സാപ്പാട്. ഇത് വല്ല എണ്ണി നോക്കിയിട്ടാണ് ഈ പറയുന്നേ. നിങ്ങൾക്ക് പ്രസംഗിച്ചാൽ മതിയല്ലോ, ഞങ്ങൾക്ക് പറയാം, ഞങ്ങളോടല്ലേ ഈ പറയുന്നേ. പക്ഷെ അവിടെ അവൻ അവരെ പരീക്ഷിക്കാൻ വേണ്ടി ചോദിച്ചാണ്. അവൻ എന്താ ഇത് ഞാൻ സാവകാശം സംസാരിക്കുന്നത് ഇടയ്ക്ക് നിങ്ങൾ സ്വതന്ത്രം പറയാൻ വേണ്ടിയാ. അവൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അവൻ അറിയാമെങ്കിൽ ഇന്നത്തെ സിറ്റുവേഷനും നേരത്തെ അവൻ അറിയാവുന്ന. അവൻ എന്താ പക്ഷെ പറഞ്ഞതെന്താ? എത്ര പേരുണ്ടെങ്കിലും, എത്ര കുഞ്ഞൊന്നും, എത്ര വലിയവരുണ്ടെങ്കിലും, എത്ര പ്രായമൊന്നും അറിയാവുന്നവനാ പറയുന്നത്. ഇവർ കണക്ക് കൂട്ടിയപ്പോൾ 200 ദിനാറിയൊക്കെയാ, പക്ഷേ വേണ്ടുവോളം കൊടുക്കുവാൻ ഗുരു അവിടെയുണ്ട്. ഞാൻ മുൻപോട്ട് പോട്ടെ. 46 വർഷം ജനം പറയുമ്പോൾ ഇവൻ പറയാം 3 ദിവസം. അങ്ങനെയാണെങ്കിൽ 3 ദിവസം വേണ്ട, 3 സെക്കൻഡ് കൊണ്ട് ചെയ്യുവാൻ കഴിവുള്ള ദൈവം ഇവിടെയുണ്ട്. വിശ്വസിക്കണം. പിന്നെ ചില സന്ദർഭങ്ങളിൽ നമ്മെ ദൈവം അതുകൊണ്ട് കടത്തി വെറുപാടാക്കും. ദൈവത്തിന് കഴിവില്ലാഞ്ഞനായിട്ടല്ല, അവൻ ആരെന്ന് ഒന്നുകൂടി അടുത്ത് ഗ്രഹിക്കേണ്ടത് ദൈവം ഒരുക്കുന്ന മുഖാന്തരമായിട്ടേ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പെട്ടെന്ന് മുമ്പോട്ട് പോട്ടെ. ഈ പരിചയമൊന്നും ഇല്ലാത്തവൻ അവൻ പറയുന്ന ഇതാണേ, എൻ്റെ കുഞ്ഞെ, എൻ്റെ പിതാവിൻ്റെ ആലയം വാണിഭശാലയല്ല. എൻ്റെ പിതാവിൻ്റെ ആലയത്തിൽ ഉയർത്തേണ്ടത് എന്നെയാ. ഞാൻ നിർത്തി ഒരു കാര്യം പറയട്ടെ. ക്രിസ്തുവിനെ ഉയർത്താത്ത എല്ലാ സഭകളും സംഘടനകളും വാണിഭശാലയാ. പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? ക്രിസ്തുവിനെ പ്രസന്റ് ക്രൈസ്റ്റ്, അവനെ പ്രസന്റ് ചെയ്യാത്ത ഏത് പ്രസംഗവും, ഏത് കൺവെൻഷനും, ഏത് സഭായോഗവും, ഏത് മീറ്റിങ്ങും അത് വാണിഭശാലയാ. പിന്നെ ആരെയാ പ്രൊജക്റ്റ് ചെയ്യുന്നത്? വ്യക്തികളെ. ഇതൊക്കെ ഒന്ന് മാറിയിട്ട് ക്രൈസ്റ്റിനെ പ്രസന്റ് ചെയ്താൽ ക്രൈസ്റ്റ് ലൈക്ക് ലൈഫ് ദൈവസഭയിൽ വരും. ഞാൻ മുൻപോട്ട് പോട്ടെ. അപ്പോൾ ക്രിസ്തു ആയിരിക്കട്ടെ നമ്മുടെ എല്ലാറ്റിൻ്റെയും ആധാരമായിരിക്കുന്നത്. നമ്മുടെ ആരാധനയും, നമ്മുടെ പാട്ടും, നമ്മുടെ പ്രാർത്ഥനയും, നമ്മുടെ ശുശ്രൂഷയും എന്നും ക്രൈസ്റ്റ് സെൻറ്റേർഡ് ആയിരിക്കണം. അവിടെ ദൈവത്തിൻ്റെ നാമം മഹത്വം എടുക്കത്തുള്ളൂ.
ഞാൻ ഈ കഴിഞ്ഞ ദിവസം കണ്ടു, ആരാണ്ടൊരു ചെറിയ തലവേദന മാറി മയക്ക് മാറി കൊടുക്കുന്നു. കേൾക്കാൻ സാക്ഷ്യം കേൾക്കാൻ എന്തോ കേൾക്കാൻ വളരെ ഈ ദൈവ ഇത്ര പാപ്പരത്വമുണ്ടോ ദൈവസഭയ്ക്ക്? ഇതൊന്ന് വായിച്ചു നോക്കിയേ. 4 സുവിശേഷങ്ങൾ. എവിടെങ്കിലും ഞാൻ ഇന്നതൊക്കെ ചെയ്യുന്ന എവിടെങ്കിലും പറയാൻ സാഹചര്യം ഒരുക്കിയിട്ടുണ്ടോ? ഇല്ല. പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? അതേ പറഞ്ഞിട്ടുള്ളൂ. ദൈവജനം മടങ്ങി വരേണ്ട സമയമാ. ഉയർത്തേണ്ടത് ക്രൈസ്റ്റിനെയാണ്. അല്ലെങ്കിൽ ആ സ്ഥലത്തിന്റെ പേരെന്തുവാ? വാണിഭശാല, ബിസിനസ്സാ നടക്കുന്നത്. ദൈവകൃപയില്ലാത്തവരൊക്കെ സ്റ്റേജിൽ കയറ്റാൻ കാരണം ബിസിനസ്സാ. നമുക്കൊരുവനേ ഉള്ളൂ. നമ്മൾ റിസോഴ്സത്തെ ഉയരത്തുന്ന, നമ്മുടെ ചിന്ത ഉയരത്തിലേതാ, നാം ആയിരിക്കുന്ന ഉയരത്തിന, നമ്മുടെ പൗരത്വ സ്വർഗത്തിലാ. We are here just for a sojourn. ഒരു എന്തുവാ, പരദേശി മാത്രമാ. മുമ്പോട്ട് പോട്ടെ. നമ്മുടെ ചിന്താവിഷയം എന്തുവായിരുന്നു? പുഴഞ്ചേനെ. ഇവനെ അറിയുന്ന തച്ചന്റെ മകനെന്നാ. ദൈവം എത്ര നല്ലവനാണെന്നറിയാം. ഒരു തച്ചന്റെ വീട്ടിൽ ഇവൻ ജനിച്ചത്. ഇവനെ അങ്ങനെ വിളിക്കണമെന്നുള്ള സ്വർഗത്തിന്റെ പ്ലാനാ. തച്ചന്റെ പണി എന്തുവാ? പണി ചെയ്യുക. അവിടുന്ന് കാലെടുക്കും, ഇവിടുന്ന് ആണിയെടുക്കും, ഇവിടുന്ന് എന്തെടുക്കും? എന്താ അത്? ഹിന്ദേര്, മറ്റേത് ഉളി, പിന്നെ കൊട്ടുപടി, എന്തുവാ അത് തന്നെ. പണിയാ. ഇനി അവിടെ നിൽക്കട്ടെ. നമ്മളെ ഒന്ന് ചിന്തിച്ചു നോക്കി. തച്ചൻ്റെ മകനെന്ന് കളിയാക്കി വിളിച്ച പേര് എൻ്റെ ജീവിതത്തെ സ്വാധീനപ്പെടുത്തി. തകർന്നു കിടന്ന, അവിടെ ഇവിടെയും ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് കിടന്ന, പസിൽസ് പോലെ മാറിക്കിടന്ന ഒന്നിനെ ചേർത്തുപെടുന്നത് ഈ തച്ചനാ. അതുകൊണ്ടാ ഇന്ന് ആലയത്തിൽ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ഈ കസേരയൊന്നും അങ്ങനെ ഉണ്ടായതൊന്നും അല്ല. പലത് വെച്ച് കൂട്ടിച്ചേർത്ത് ആലയത്തിൽ ഇരിക്കുന്നത് പോലെ നമ്മൾ ഇരിക്കുന്നത്. മുൻപോട്ട് പോട്ടെ, പെട്ടെന്ന് പറയാം. ഈ യോഹന്നാന്റെ സുവിശേഷം മുഴുവൻ നോക്കിയാലും പണി തന്നെ പണിയാ. ഒന്നാമത്തെ ഒരു ഗ്രാമത്തെ പണിതു. നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? കേവലം 500-ൽ പരം പേര് മാത്രമുള്ള ചെറിയ ഗ്രാമം. അവിടെ ഒന്നും വലിയ നന്മയൊന്നും വരത്തില്ലെന്ന് എഴുതി വച്ചിരിക്കുന്നു. എവിടെ മനുഷ്യൻ എഴുതി തള്ളുന്നോ അവിടെയാ ദൈവം പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. ആ നസ്രയത്തിലെ, ആ കാനാവിലെ ഒരു വ്യക്തിയോടാ പറഞ്ഞത്, നീ ഇതിലും വലുത് കാണും. അപ്പോൾ മാനുഷികമായ നിലയിൽ ഗലീലയിലെ കാനാവിൽ ഉള്ള ഒരു വ്യക്തിയോട് പറയുക, ആ ഗ്രാമത്തിന്റെ സാഹചര്യം ഞാൻ മാറ്റും. ഇന്ന് പകൽ ഈ ദൂത് എടുക്കാമോ? ആ ഗ്രാമത്തെ ദൈവം പണിയുമെന്ന് പറഞ്ഞാൽ പണിതിരിക്കും. അന്ന് ആരും അറിയാത്ത, ഒരു നന്മയും വരാത്ത ആ ഗ്രാമത്തിന്റെ പേര് വർഷങ്ങൾക്ക് ശേഷം മാത്യു മണി സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുന്നു. ചരിത്രത്തിന്റെ ഭാഗമായി ആ ഗ്രാമം ഇതാ പണിയുന്നത്. 2, നിരാശ. നിങ്ങൾക്കറിയാമല്ലോ, വിവാഹ ശുശ്രൂഷയും കുഞ്ഞുങ്ങളുടെ വിവാഹമൊക്കെ നടത്തിയവർക്കറിയാം. ഒരു ചെറിയ അപാകത ഉണ്ടെങ്കിൽ പാരൻസിനൊക്കെ എത്ര പ്രയാസമാണെന്നറിയാമോ? ഞാൻ എൻ്റെ മൂത്ത മകളുടെ വിവാഹ സമയത്ത് അല്പം മുൻപോട്ട് നീണ്ടുപോയപ്പോൾ എനിക്കങ്ങ് വലിയ പ്രയാസം വന്നു. കഴിക്കാം ഒന്നുമില്ല, എല്ലാവരും എന്തോ വിചാരിക്കും, ഇത്ര സമയത്ത് നീണ്ടുപോകുന്നേ ഉള്ളൂ. എല്ലാവരും എന്തോ ആ സമയത്തിന് അല്പം നീണ്ടുപോയപ്പോൾ എൻ്റെ ഉള്ളിൽ പ്രയാസം വന്നെങ്കിൽ
ഇത്രയും പേരെ വിളിച്ചിട്ട് വേണ്ടതില്ലെങ്കിൽ ആ വീട്ടുകാരൻ്റെ വിധത്തിൽ എന്ത് പ്രയാസം വരും. പക്ഷെ അതുപോയി നസ്രായനോടൊന്നും പറഞ്ഞില്ല. നമ്മൾ പറഞ്ഞില്ലെങ്കിൽ നമ്മളെ അറിയാവുന്ന ഒരുവൻ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, പുറമേ ചിരിക്കുന്നുവെങ്കിലും ഉള്ളിൻ്റെ കരച്ചിലറിയാവുന്ന. ആ വിഷയത്തിൽ അവിടെ ഒരു ദൈവപ്രവർത്തനം നടന്നില്ലെങ്കിൽ ഒരു അപമാനിക്കപ്പെടേണ്ട ഭവനമാണ്. അപമാനത്തെ അഭിമാനമാക്കുവാൻ നസ്രയൻ ആ വീട്ടിൽ പണി നടത്തി. വിശ്വസിക്കും. ഞാൻ വളരെ ഇന്ന് ഷോർട്ടായിട്ടാണ് പറയുന്നത്. അപമാനത്തെ, കണക്കുകൂട്ടലുകളെ, ഞാൻ ഇവിടെ രാവിലെ പറഞ്ഞത് ഡീലിംഗ് വിത്ത് അൺഎക്സ്പെക്റ്റഡ്. എന്നോട് എന്നെ വേവിച്ചാൽ പറഞ്ഞതാ. കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയി. പക്ഷേ റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒത്തിരി കാലം ചിന്തിച്ചു. തെറ്റല്ലേ അഭിച്ച? അല്ല, അഭിച്ചാൻ പറഞ്ഞോടെ ഞാൻ പറഞ്ഞത്. പക്ഷെ അതുപോലെ നടന്നില്ലല്ലോ. ദൈവം അറിയുന്നില്ലേ? അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഭാരം ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. തെറ്റൊന്നുമല്ലത്. ഷെയർ ചെയ്യണം, പ്രാർത്ഥിക്കാൻ വേണ്ടിയാ. ഞാനത് വേവിച്ചാലേ പറ്റി മാത്രമല്ല പറയുന്നത്, പലരുടെയും ഉണ്ട് ജീവിതത്തിൽ. നമ്മൾ ചിന്തിക്കുന്ന പോലെ കാര്യങ്ങൾ പോയില്ല എന്ന് വിചാരിച്ച് ദൈവം നമ്മെക്കുറിച്ച് കൺസേൺ അല്ലെന്ന് വരുന്നില്ല. ഒരു വിവാഹം നടക്കുന്നതിന് എത്രയോ വർഷമായി എത്രയോ നാളുകളായി ഒരു വിവാഹം. ഞാൻ പ്രാർത്ഥിക്കാനുള്ള വിഷയമാണ്. അടുത്ത മെയ്യിൽ നമ്മുടെ പ്രിയ കെസിയായുടെയും ജോബിൻ്റെ വിവാഹം നടക്കാൻ പോകാൻ സഭ പ്രത്യേകം പ്രാർത്ഥന. കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടി എല്ലാ ആഴ്ചയിലും പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ആ വിഷയം പ്രിപ്പറേഷൻ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? പ്രിപ്പറേഷൻ. എൻ്റെ മക്കളുടെ വിവാഹത്തിൽ നമ്മുടെ പ്രിയ ഷെറിൻ്റെ വിവാഹത്തിനൊക്കെ ഞങ്ങളാരും പറഞ്ഞില്ലെങ്കിൽ വീട്ടിലെ കുഞ്ഞുങ്ങൾ ഉറങ്ങിയിട്ട് ദിവസങ്ങളായി. കാരണം അവർ പ്രിപ്പറേഷൻ. അപ്പം അത്ര പ്രിപ്പയർ ചെയ്ത കണക്കൂട്ടി വെച്ച് തെറ്റിപ്പോകും. എന്തിനാ കാര്യം അറിയാമോ? പണിയുന്നവനുണ്ടെന്ന് നിങ്ങളെ വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. ഈ ദൂതേറ്റെടുക്കണം. ഞാൻ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ പോകുന്നില്ല എന്ന് വിചാരിച്ച് അവൻ കൺസേൺഡ് അല്ലെന്ന് വരുന്നില്ല. ദിവസം ഞാൻ പറഞ്ഞു, അവൻ തന്നെ ശുശ്രൂഷയുടെ ആരംഭത്തിൽ മഹത്വം വെളിപ്പെടുത്തിയത് ഈ ഭവനത്തിലാ. അങ്ങനെയാണെങ്കിൽ ഗിവപ്പ് ചെയ്യരുത്, നിരാശപ്പെടരുത്, ക്ഷീണിച്ചു പോകരുത്, തളർന്നു പോകരുത്. നസ്രയൻ പണിയും. മൂന്നാം അധ്യായത്തില് ഒരു ഉപദേഷ്ടാവ് നിക്കോദിമോസ്, ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായിട്ട് നിനക്കറിയാത്ത ഒത്തിരി കാര്യം. ചില കാര്യങ്ങൾ നമുക്കറിയത്തില്ല, കാരണം അവൻ വന്ന് അറിയിക്കാൻ വേണ്ടി ചെയ്ത ആ വീട്ടിലേക്ക് യേശു, ആ വ്യക്തിയിലേക്ക് യേശു വന്നു. ഞാൻ ചുരുക്കി പറയട്ടെ, എന്നറിയാമോ? അവനെ പ്രിപ്പയർ ചെയ്യാൻ കാരണം നമ്മളെയൊക്കെ ദൈവം കണ്ടതിനൊരു റീസൺ ഉള്ളത് ഞാൻ പറഞ്ഞല്ലോ. ആ തച്ചൻ എന്നെ കണ്ടത് ഒരു ഗവൺമെന്റ് ജോലിക്കാരനായിട്ടല്ല. 1977 കർത്താവിന് വേലക്കിറങ്ങുന്ന ഒരു ദൈവദാസനായിട്ടാ. അതിനുവേണ്ടിയാ എന്നെ വന്ന് പണിതെങ്കിൽ 3-ാം അധ്യായത്തിൽ നിക്കോദേമസിനെ പണിയാൻ വന്നതാ. 3:14 നമുക്ക് അറിയാമല്ലോ. ആ കോൺവെർസേഷനിൽ ലാസ്റ്റിൽ പറഞ്ഞ വാക്കായത്, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവനെ പ്രാപിക്കേണ്ടത് ദൈവം. ഇതൊക്കെ പറയേണ്ട ആവശ്യം ഇവിടെ എന്തുവാ? ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. എന്താണെന്നറിയാമോ? കാൽവറിയിൽ യേശു ജീവനെ കൊടുത്തു കഴിയുമ്പോൾ ഈ ശരീരം ഏറ്റുവാങ്ങുവാൻ, അവന്റെ മരണം ഏറ്റുവാങ്ങുവാൻ, നിന്മരണം
ആ ചേർ സഹകരിച്ചേ. നീ അകറ്റി നിൻ മരണം കൊണ്ടെൻ്റെ വന്നരകം നീ അകറ്റി നിൻ മഹത്വം തേടി നീ എൻ കാലം കഴിവാൻ കൃപ ചെയ്യണമേ. ഓ എൻ കാലം കഴിപ്പാൻ കൃപ ചെയ്യണമേ. മുന്നമേ പ്ലാനാണ് മാനവജാതിക്ക് ജീവനെ കൊടുക്കണമെന്ന്. 33 അല്ല എൻ്റെ വിഷയം. ഞാൻ വന്ന് അത്ഭുതം പ്രവർത്തിക്കാനോ മരിച്ചവരെ ഉയർപ്പിക്കാനോ പത്രോസിന്റെ അമ്മായിയമ്മയെ സൗഖ്യമാക്കുവാനോ കുഷ്ഠരോഗി അല്ലല്ല, കാൽവറിയിൽ എന്റെ ജീവനെ കൊടുക്കാനാ വന്നത്. പക്ഷേ എൻ്റെ ശരീരം ഏറ്റെടുക്കാൻ ഒരുവൻ വേണം. ഒരുക്കി വെച്ച കല്ലറയിൽ കൊണ്ട് വെക്കാൻ ഒരുവൻ വേണം. അത് സാധാരണക്കാരനെ കൊണ്ട് പറ്റത്തില്ല. അതുകൊണ്ടാണ് ഉപദേഷ്ടാവിനെ അവൻ വിളിച്ചത്. ദൈവത്തിലെ നിന്റെയും എന്റെയും ദൈവം കണ്ട പണിത ആലയത്തിൽ കൊണ്ടുവന്നെങ്കിൽ ഒരു പർപ്പസ് ഉണ്ടെന്നുള്ളത് ഇന്ന് രാവിലെ ഞാൻ വ്യക്തമായി സംസാരിക്കുക. അടുത്തത് ജീവിതമെല്ലാം 4-ാം അധ്യായം താറുമാറായ ഒരു സഹോദരി ഇല്ലയോ, സമരിയ സ്ത്രീ. ഞാൻ ആ വ്യക്തിയുടെ ജീവിതത്തിൽ അങ്ങോട്ട് പോകുന്നില്ല. അതിന് പ്ലസ് പോയിന്റും ഉണ്ട് മൈനസും ഉണ്ട്. അവളുടെ അവസ്ഥ വിവേചിച്ചവൻ പറഞ്ഞു, അനേകര് കയറി ഇറങ്ങിയ ഒരു ജീവിതം, താറുമാറായ ജീവിതം, സ്കാറ്റേഡായ ജീവിതം, സമൂഹത്തിൽ അവൾക്കൊരു പേരിട്ട ജീവിതം. സ്വതന്ത്രം പറഞ്ഞേ. ജഡദാഹമുള്ളവൾ ആത്മദാഹമുള്ളവനെ കണ്ടു. ആരാവൻ? പണിയുന്നവൻ. ആരാവൻ? പണിയുന്നവൻ. പഴയ ഉപകരണങ്ങൾ ചേർത്ത് വെച്ച് പണിയാനല്ല, പബ്ലിക് ഇട്ട ലേബൽ വെച്ച് പണിയാനല്ല, പുതിയ പണി ആരംഭിക്കുന്നവൻ. ഇന്ന് പകല് ഈ ദൂതം ഏറ്റെടുക്കാമോ? നിന്റെ ജീവിതത്തിൽ ഒരു പുതിയ പണി ആരംഭിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ശമരിയ പട്ടണത്തിന് ആദ്യമായി യേശുവിനെ സാക്ഷ്യം വഹിച്ചാണെന്നറിയാമോ? ഈ പണിത വ്യക്തിയാ. ഞാൻ ആരെന്ന് എന്നോട് പറഞ്ഞ ഒരുവനെ ഞാൻ കണ്ടെത്തി. നിങ്ങളും വന്ന് അവനെ കാണാനാ പറഞ്ഞേ. കുറച്ച് കഴിഞ്ഞ് പറ, നിന്റെ റെക്കമെൻഡേഷൻ ഒന്നും വേണ്ട, ഞങ്ങൾ അവനെ കണ്ടിരിക്കുന്നു. ദൈവത്തിലെ ഒരു സ്വതന്ത്രം പറയണേ. ജീവിതത്തെ പണിത് അനേകരെ ക്രിസ്തുവിലേക്ക് ആനയിക്കാൻ വേണ്ടിയാ ഈ സഭ ഈ ദൂതം ഏറ്റെടുക്കാമോ? 2026 ചില സ്നാനങ്ങൾ ഈ കോളത്തിൽ നടക്കും. അടുത്തത് 5-ാമത്തെ 38 വർഷം. എൻ്റെ വിഷയം പൊളിഞ്ഞതിനെ പണിയുന്നു. നിങ്ങൾക്ക് പറയാൻ ഈസിയാ. 38 വർഷവും ചിന്തിച്ചു നോക്കിയേ. സോദരൻ പറയാമോ? ഇറ്റ്സ് വെരി ഈസി. ഒരാൾ തന്നെ റൂമിൽ കുറച്ചത് ഇരുന്നാൽ അത് എപ്പോൾ എൻ്റെ ദൈവമേ എന്ന് പറയും. 38 വർഷം കിടക്കുക എവിടെ? ഒരു കാര്യം ഞാൻ പറയട്ടെ, 46 ആയാലും 38 ആയാലും നസ്രയൻ വരും. അവന്റെ പേരാരാ? എന്തുവാ? പണിയുന്നവൻ. നീ ഇവിടെ വന്ന് ഹിസ്റ്ററിയും നീ പാരമ്പര്യമൊന്നും യേശു ചോദിച്ചില്ല. അവൻ വന്നാൽ ബാക്ക്ഗ്രൗണ്ട് ചോദിക്കുന്നതല്ല, ആവശ്യം പറഞ്ഞു വരുന്നവനാ. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? ആ ജീവിതത്തെ പണിതു. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അപ്പം ദൈവത്തിന് ചെറുതോ 1 മണിക്കൂറോ 38 വർഷമോ പ്രശ്നമല്ല.
യഹൂദന് 46-3 പ്രശ്നമാണ്. ദൈവത്തിന് 38 പ്രശ്നമല്ല. മനസ്സുണ്ടോ എഴുന്നേക്ക്. ഒരു സ്വന്തം പറയണേ, ഇത്ര വലിയ ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ഗിവപ്പ് ചെയ്യരുത്, നിരാശപ്പെട്ടു പോകരുത്. ചിന്തിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് വിചാരിച്ച് എല്ലാവരും മാറിയാലും അവൻ മാറത്തില്ല. അധ്യായം കാറ്റും കോളും. മറ്റേ ഞാൻ വിടുക, തുറക്കാതല്ല, അഞ്ചപ്പം കൊണ്ട് നേരത്തെ പോലെ പോഷിപ്പിച്ച പാട്ട് വായിക്കുമ്പോഴേ മത്തായി 14 അതേ സംഗതി ചുരുക്കി ഇവിടെ എഴുതിയിട്ടുണ്ട്. അക്കരയ്ക്ക് പോവുക, കാറ്റും കോളും വന്നു. കർത്താവ് പറഞ്ഞു വിട്ട ഇതൊക്കെ വരുമോ? വരണമല്ലോ. നിങ്ങൾക്ക് കഷ്ടങ്ങൾ ഉണ്ട്, ഉണ്ടാകാൻ സാധ്യതയോട് സൂക്ഷിച്ചോണെന്നാണ് പറഞ്ഞേ. ഞാൻ നോർത്ത് ഇന്ത്യയിൽ വേലക്കാർ വരുമ്പോൾ ഞാൻ ആരംഭത്തിൽ പറയാറുണ്ട്, ഇവിടോട്ട് വരും നല്ലതാ, പ്രശ്നം വന്നാലും ഞാൻ അഭിമുഖീകരിക്കുമെന്നുള്ളതാണെങ്കിൽ നീ അങ്ങ് തിരിച്ചു പോയിക്കോ. പ്രശ്നത്തിന് കാണാൻ വേണ്ടി വന്നതാണെങ്കിൽ നിൽക്കത്തുള്ളൂ. അങ്ങനെയുള്ള നിന്നിട്ടുമുണ്ട്, അല്ലാത്തവർ മടങ്ങിപ്പോയിട്ടുമുണ്ട്. സ്തോത്രം. യേശു പറഞ്ഞതാ. അപ്പോൾ എന്തുണ്ടായി? ഈ കൊടുങ്കാറ്റ് ഇന്നലെ വൈകിട്ട് 2 മണിക്കൂർ വന്ന കാറ്റൊക്കെ അന്നേരം പേടിച്ചു വേണം, യോഗത്തിന് വരണമെന്ന് ചോദിച്ചവര്. പക്ഷേ കാറ്റൊക്കെ ഉണ്ട്, ഇന്ന് യോഗം ഉണ്ടോ? ഞാൻ ചോദിച്ചു പുതപ്പിന്റെ കീഴാണോ എന്ന് ചോദിച്ചു. അങ്ങനെ ചോദിച്ചില്ല. ആടാ, ഞാനൊന്നും പറഞ്ഞില്ല കേട്ടോ. ഇത് അങ്ങനത്തെ ഒന്നുമല്ല. 9 മണി വരെ ടൊർണാഡോ എന്തുവാ ഫ്ലഡ് വാർണിംഗ് ആയിരിക്കും, പക്ഷെ ഒന്നും നടന്നില്ല. അതല്ല ഇത്. ഞാൻ സീരിയസ്ലി പറഞ്ഞാണേ, മറ്റും ചിന്തിക്കരുത്. ഇത് യേശു പറഞ്ഞു വിട്ടതാന്നേ. പക്ഷേ ചുരുക്കി പറയാം, അവൻ വന്നു. എന്തിനാ വന്നറിയാമോ? യാത്രയെ സുഗമമാക്കുക. പ്രശ്നത്തെ നോക്കാൻ വേണ്ടിയല്ല, യാത്രയെ സുഗമമാക്കുക. ആ പോയിന്റ് മാത്രം ഞാൻ പറയട്ടെ. അവൻ വന്നു പെട്ടെന്ന് അക്കരയ്ക്ക് എത്തി. ദാറ്റ് മീൻസ് ദാറ്റ് പ്രോബ്ലം സോൾവ്. ഇങ്ങനെ സമയമില്ലല്ലോ. 6:21 ഉടനെ അവർ അയ്യോ ഇച്ഛിച്ചതേ ഉള്ളൂ. അവനോട് ഇങ്ങോട്ട് കയറി ഇടയ്ക്ക് പത്രോസ് അർത്ഥമൊക്കെ ഉണ്ട്, അതൊന്നുമില്ല അവിടെ. കയറിയത് അവനോട് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം വിഷയം മധ്യ ഗിവപ്പ് ചെയ്യരുത്. നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം സാധിപ്പിക്കും. ഇച്ഛിച്ചു, ഉടനെ എത്തിപ്പോയി. 11-ാമത്തെ വാക്യം, 11-ാമത്തെ അധ്യായം അറിയാവുന്ന എല്ലാവർക്കും അറിയാം. മതി. ഇത് അധ്യായം ബൈ ചാപ്റ്ററാ പോകുന്നേ. ഇനിയും ഒന്നും നടക്കാൻ സാധ്യതയില്ല. ചില നിമിഷങ്ങൾക്ക് മുമ്പ് ആളിനെ പറഞ്ഞയച്ചതാ ദിവസങ്ങൾ. നീ സമയത്ത് വന്നില്ല, ഇപ്പം നാറ്റം വെച്ച് തുടങ്ങി. മാർത്തയുടെ സ്റ്റേറ്റ്മെന്റാ. 11-ാം അധ്യായത്തെ 12-ാം അധ്യായമായി മാറ്റി പണിത നസ്രയത്തിലെ തച്ചൻ്റെ മകൻ അവിടെ ഉണ്ട്. വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ആ പ്രിയ സഹോദരിയുടെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ തെറ്റായിട്ടൊന്നും വ്യാഖ്യാനിക്കരുത്. മരിച്ചിട്ട്
നാറ്റം വെച്ച് തുടങ്ങി. ദാറ്റ് മീൻസ് ഹ്യൂമൻലി ദർ ഇസ് നോ സോഴ്സ്, നോ ഹോപ്പ്. മാനുഷികമായി ഇനി ഒന്നും അവിടെ ആ തച്ചൻ പണിയാൻ തുടങ്ങുന്നത്. യോഹന്നാൻ സുവിശേഷം മുഴുവൻ നോക്കിയാൽ എല്ലാം അത് തന്നെയാ. എല്ലാ സുവിശേഷങ്ങളിലും, എല്ലാ പുസ്തകങ്ങളിലും. ആമേൻ. ശ്രദ്ധിക്കണേ. അവൻ ചോദിക്കുന്നത്, എന്താ കുഞ്ഞെ, നീ എന്താ, ഞാനെനിക്ക് വന്നില്ലയോ? നോ, ഒന്ന് പറഞ്ഞാട്ട് എവിടാ കൊണ്ട് വെച്ചത്? ഞാൻ വന്നത് പണിയാനാ. ഇന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും 11-ാം അധ്യായത്തിലെ ഒരുത്തൻ എന്ന് പറഞ്ഞ് സംബോധന ചെയ്തവൻ 12-ാം അധ്യായത്തിൽ യേശുവിനോട് കൂടെ പന്തിഭോജനത്തിയിരിക്കുക. അവൻ പണിതോ ആ വീട്ടിലെ. ഞാൻ പറയട്ടെ, നിരാശയിൽ കഴിയുന്ന 2 സഹോദരിമാർ. പാരൻസ് ഇല്ല, ഒരു സഹോദരനേ ഉള്ളൂ, അതും പോയി. ഭാവിയെല്ലാം ആരുടെ കയ്യിലാണെന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആ ഭവനത്തെ പണിതെങ്കിൽ നിന്റെയും നിന്റെ സന്താനത്തിന്റെ ഭാവി അവന്റെ കയ്യിലാ. ഒന്ന് വിശ്വസിക്കാമോ? കല്ലറവാതിക്കൽ ഒരുവൻ നിൽക്കുന്നു. പെട്ടെന്ന് അവിടെ 20 അങ്ങ് പോയി. ഒരുവൻ നിൽക്കുക, പേര് മഗ്ദലക്കാരത്തി മറിയ. അവളെ പണിതാരാ? അവളുടെ പാസ്റ്റ് അറിയാമോ? വീട്ടിൽ താമസിക്കാൻ പറ്റത്തില്ല, 7 ഭൂതങ്ങളാൽ ബാധിക്കപ്പെട്ടവൾ. വേറൊരുത്തര ഗദരദേശത്തിലെ ഭൂതം വീട്ടിലല്ലോ എന്ന് പറയാൻ പറഞ്ഞു. ആർക്കും വേണ്ട, ആരുമില്ല. ഈ പോകുന്ന എൻ്റെ സഹോദരി അത് പറയാൻ ക്ലെയിം ചെയ്യാൻ പോലും കുഞ്ഞില്ല. അവരുടെ ജീവിതത്തെ പണിത ഒരു തച്ചന്റെ മകൻ. അതുകൊണ്ടാണ് എല്ലാവരും പോയിട്ടും കല്ലറവാതിക്കലെ മറിയ. എനിക്ക് പാടണം, ഞാൻ പറയാമല്ല. നിൻ സ്നേഹം മാധുര്യം അതുമാൻ. മതി. അവിടെ സ്നേഹം അവനോടുള്ളത്. ദൈവമക്കളെ, ഒരു കാര്യം ഞാൻ പറയട്ടെ, എവിടുന്നാ വന്നത് ചിന്തിച്ചാലേ സ്നേഹം വരത്തുള്ളൂ. ആരാധന എന്ന് പറയുന്ന പ്രകടനമൊന്നുമല്ല, അറിയാവുന്ന പാട്ടല്ല. ഇവിടെ നിൽക്കുമ്പോൾ ഒരു കണ്ണീര് വന്നല്ല ആരാധനയാ. വീടിച്ച് കിടന്ന പസിൽ താറുമാറായി കിടന്ന എന്റെ ജീവിതത്തെ പണിതവനായിവൻ. മരിച്ചോ ജീവിച്ചോ എനിക്ക് വിഷയമല്ല, എനിക്ക് അവനെ ഒന്ന് കാണണം. അവൻ നസ്രയൻ തോത് വെച്ചു പണിതു. ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ്, പരാജയപ്പെട്ട അവസ്ഥ. 21. നിങ്ങൾക്കറിയത്തില്ല, ഞങ്ങളോട് ചോദിച്ചാൽ കൂടുതൽ അറിയത്തുള്ളൂ. ശുശ്രൂഷ, ചില സാഹചര്യങ്ങളിൽ ശുശ്രൂഷ വിട്ടുപോയാൽ, ഒരു ദേവദാസനെ എനിക്കറിയാം, പഞ്ചാബിലെ. ഞാൻ കത്തസ്ഥലത്ത് പോയി. ഡൽഹിയിൽ വന്ന് ഒരു പഠിത്തവുമില്ല. പണ്ടത്തെ കാലത്ത്, നേരത്തെ കാലത്ത് ഒരു പഠിത്തവുമില്ല. അറിയത്തില്ല, ഇത് വായിക്കാനും അറിയത്തില്ല. പക്ഷെ പഹാഡ് കഴിഞ്ഞ് വലിയ ക്രൂസേഡ് നടക്കും. പേര് ഞാൻ ആക്ച്വലി മറന്നുപോയി എന്താന്ന്. പഞ്ചാബിയാ. അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ സാധാരണ ക്രൗഡിനേക്കാൾ കൂടുതൽ ക്രൗഡുണ്ടോ അവിടെ? ഒന്നുമല്ല, കയറി നിന്ന് ഹല്ലേലൂയാന്നൊരു 10 പ്രാവശ്യം ഉറക്കെ പറയാൻ പറയും. അതാ അവിടെ പ്രസംഗം. ഭൂതങ്ങൾ അലറിയോടും. അവിടെ സ്റ്റേജിൽ പിടിച്ച് സാക്ഷ്യമൊന്നും പറയിപ്പിക്കുന്നില്ല. ഞാൻ ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും സെക്കൻഡ് ഹാൻഡ് റിപ്പോർട്ടൊന്നും അല്ല. ഒരു ചെറിയ വിഷയത്തിൽ പരാജയപ്പെട്ടു പോയി. ശുശ്രൂഷ അവസാന ഘട്ടങ്ങളിൽ ഏകദേശം 4 വർഷക്കാലം ഭവനത്തിൽ കുത്തിയിരിക്കുക. ഞാൻ ക്യാപ്റ്റൻ ശൗമേലും കൂടി ഒരു ദിവസം ആ വീട്ടിൽ പോയപ്പോൾ ആ പരിസ്ഥിതി ഞാൻ കണ്ടുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നമുക്ക് എല്ലാവരെയും കണ്ടം ചെയ്യാനൊക്കെ എളുപ്പമാണ്. പക്ഷേ ചില ബലഹീന വശങ്ങൾ വരുമ്പോൾ പിന്നീടുള്ള ജീവിതത്തിലെ പണിയാൻ ഒരുവനുണ്ടെന്നറിയാമോ? അവസാനത്തെ 6 മാസം ദൈവം പിന്നെയും ആ പ്രിയപ്പെട്ടവനെ ഉപയോഗിച്ചു.
അതും ഞാൻ വിറ്റ്നസ് ചെയ്തതാ. ഈ പണിയും അത് തന്നെയാണ്. നിങ്ങൾക്കറിയാമോ 21 അധ്യായത്തെ പത്രോസ് വളരെ ഈസി ആയിട്ടാണ് പോകുന്നത്. നോ, 3 വർഷം കൂടെ നടന്നിട്ട് അവസാനം പറ്റിപ്പോയി. എനിക്ക് അവനെ നിങ്ങൾ ചിന്തിച്ച് ചോദിക്കുക ആ സന്ദർഭം. ചില ടേണിംഗ് പോയിന്റ് വന്ന് പിടിച്ചു നിൽപ്പാൻ കഴിഞ്ഞില്ല. ദാറ്റ്സ് ഓൾ ഇറ്റ് ഈസ്. ഞാൻ അവനെ അറിയുന്നില്ല, പക്ഷെ അവൻ്റെ ഹൃദയമോ? അതിന് ചോദ്യം, മോനെ നീ എന്നെ സ്നേഹിക്കും, ദാറ്റ്സ് മോർ ദാൻ ഇനഫ്. അതിൻ്റെ ലാസ്റ്റിലേക്ക് ഞാൻ പറയട്ടെ, പൊളിഞ്ഞതിനെ പണിയുന്നവൻ മാനവജാതിക്ക് വേണ്ടി തൻ്റെ ശരീരം പൊളിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തു. അവനെ തകർത്ത് കളയുവാൻ ഒന്ന് പറഞ്ഞ ബാക്കി യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. ആരാന്നറിയാമോ? ഈ 1-ാം അധ്യായം ജീവിതങ്ങളെ, കുടുംബങ്ങളെ, വ്യക്തികളെ പണിതവൻ. അവനെ തന്നെ തകർത്ത് കളയുവാൻ ഏൽപ്പിച്ചു കൊടുത്തു. സ്വതന്ത്രമാണ്. ലാസ്റ്റ് മൊമെന്റ് നമുക്ക് ആരാധിക്കണം. ഗെത്സമനിയിൽ പിടിക്കപ്പെട്ടു, ഗബദ്ദയിൽ തകർക്കപ്പെട്ടു, ഗോൽഗോഥായിൽ ക്രൂശിക്കപ്പെട്ടു. എന്താ പറയുന്നത്? പൊളിക്കുമായിരുന്നു. ഇതാ അന്ന് പറഞ്ഞു 2:19, ഇതാ പൊളിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തു. ആർക്ക് വേണ്ടി? ഒരു സ്വതന്ത്രം പറഞ്ഞേ, അവന് ജീവൻ വേണ്ടിയല്ല, നമുക്ക് നിത്യജീവനെ തരുവാൻ. ഓ ഹല്ലേലൂയ! നമുക്ക് നിത്യജീവനെ തരുവാൻ നസ്രയൻ കാൽവറിയിൽ നമുക്ക് വേണ്ടി പൊളിക്കപ്പെട്ടു. ഒന്ന് എഴുതേക്കാമോ? നമുക്ക് ആ പാട്ടൊന്ന് പാടിയിട്ട് കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കാം. വാഴ്ത്തുന്നേ ആ പാട്ട് പാട്ട് പാടിക്കാതെ ചേർന്നൊന്ന് പാടി ദൈവത്തെ സ്തുതിക്കണേ. നിൻ സ്നേഹം മാധുര്യം അതു അവർണ്ണനീയം, പാപമരണമേറ്റെന്നിൽ പുതുജീവൻ നൽകിയോ. നിൻ സ്നേഹം മാധുര്യം അതു അവർണ്ണനീയം, പാപമരണമേറ്റെന്നിൽ പുതുജീവൻ നൽകിയോ. വൻകൃപയ്ക്കായി ഞാൻ അങ്ങേ വാഴ്ത്തുന്നേ, വൻകൃപയ്ക്കായി ഞാൻ അങ്ങേ വാഴ്ത്തുന്നേ, വൻകൃപയ്ക്കായി ഞാൻ അങ്ങേ വാഴ്ത്തുന്നേ, വൻകൃപയ്ക്കായി ഞാൻ അങ്ങേ വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ. ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തനേ, വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ. ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തനേ, എൻ ജീവൻ ശൂന്യമായി മരുഭൂസമാനമായി തങ്കരക്തത്താലെന്നെ ഫലപ്രദമാക്കിയോൻ. ജീവൻ ശൂന്യമായി മരുസമാനമായി തങ്കരക്തത്താലെന്നെ ഫലപ്രദമാക്കിയോ. വൻകൃപയ്ക്കായി ഞാൻ അങ്ങേ വാഴ്ത്തുന്നേ, വൻകൃപയ്ക്കായി ഞാൻ അങ്ങേ വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ. ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തനേ, വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ. ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തനേ, ആനന്ദമേകി
നവചൈതന്യം നൽകി ആത്മജീവനായകൻ നിത്യജീവൻ നൽകിയോനെന്നിലാനന്ദമേകി നവചൈതന്യം നൽകി ആത്മജീവനായകൻ നിത്യജീവൻ നൽകിയോ വൻകൃപയ്ക്കാൽ ഞാനങ്ങേ വാഴ്ത്തുന്നേ വൻകൃപയ്ക്കാൽ ഞാനങ്ങേ വാഴ്ത്തുന്നേ 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 ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തനേ വാഴ്ത്തുന്നേ വാഴ്ത്തുന്നേ ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തനേ വാഴ്ത്തുന്നേ ഹല്ലേലൂയ അങ്ങേ വാഴ്ത്തുന്നു അങ്ങേ നമസ്കരിക്കുന്നു അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവേ ഞങ്ങൾ ജീവൻ തന്ന് ഞങ്ങളെ വീണ്ടെടുത്തതിനായി നന്ദി പറയുന്നു ഹല്ലേലൂയ Praise the Lord, praise the Lord, praise the Lord. We glorify and magnify your name. You are the one who rebuilds us. You are the one who built what is crushed, what is broken. You are the one who builds it back again up.